നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 18. ഇന്ന് സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റും US മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റൊക്കെ ഒരേപോലെ കാത്തിരുന്ന US നിന്നുമുള്ള ഫെഡ് മോണിറ്ററി പോളിസിയുടെ റിലീസ് നടന്നു. പുതിയ ഫെഡ് ചെയർമാൻ തന്റെ ആദ്യ മോണിറ്ററി പോളിസിയിൽ 3.5% 3.25% ഇടയിലായിട്ട് ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തിയെങ്കിലും ഹോക്കിഷ് ആയിട്ടുള്ള കമന്റ് ആണ് അദ്ദേഹം പാസ്സാക്കുകയും ചെയ്തത്. അതായത് 4ാമത്തെ തവണയും തുടർച്ചയായിട്ട് പലിശ നിരക്ക് മാറ്റമില്ലാതെ പ്രഖ്യാപിച്ചെങ്കിൽ കൂടിയിട്ടും നിരക്ക് വർധനം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെ അദ്ദേഹം നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് US മാർക്കറ്റുകൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വരെ ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുന്നതും. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് US ഇറാൻ ധാരണാപത്രത്തിൽ ട്രംപ് ഒപ്പുവെച്ചതായിട്ട് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇരുപക്ഷവും ഇലക്ട്രോണിക് രീതിയിൽ ഒപ്പിട്ട കരാർ ടെഹ്റാൻ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ട് ശക്തമായ ഒരു പ്രയാണം സാധ്യമാകണമെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ കണ്ട പോലെ തന്നെ 24,100 എന്ന ലെവൽ അതിശക്തമായി മറികടക്കുക മാത്രമല്ല ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിഫ്റ്റിയുടെ 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആയ 24,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ ഒരു പക്ഷേ 24,150, 24,250 എന്നീ ലെവലുകളിൽ റെസിസ്റ്റൻസ് നേരിടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള കാരണം ഇന്നലെ പോസ്റ്റ് മാർക്കറ്റിൽ വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു. സമയത്തിന്റെ പരിമിതി മൂലം അവ വീണ്ടും വിശദീകരിക്കുന്നില്ല. എന്നാൽ അതേസമയം ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 23,900 തുടർന്ന് 23,800 എന്നീ ലെവലുകൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും 23,650 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് കീ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. എന്തെങ്കിലും കാരണവശാൽ ഇന്ന് ശക്തമായ ഇടിവ് നിഫ്റ്റിക്ക് നേരിടേണ്ടതായിട്ട് വന്നാൽ തുടർന്ന് 23,500 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നലെ US നിന്നും മെയ് മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുടെ റിലീസ് വൈകുന്നേരം ഇന്ത്യൻ സമയം 6 മണിയോടുകൂടി ഉണ്ടായിരുന്നു. ഏപ്രിലെ 0.4% നിന്നും മെയ് മാസമായപ്പോൾ US റീറ്റെയിൽ സെയിൽസിൽ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 0.9% ആക്ച്വലി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും, അതായത് മന്ത് ഓൺ മന്ത് ബേസിസിൽ 0.5% വർധനവും. എസ്പെഷ്യലി വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് എണ്ണയുടെ വിലയിലുണ്ടായ വർധനവും മറ്റുള്ള കാരണങ്ങൾ കൊണ്ടും ഇൻഫ്ലേഷൻ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും IT, മെറ്റൽ, PSU ബാങ്ക് തുടങ്ങിയ മേഖലകളിലെ സ്റ്റോക്കുകളിൽ ശക്തമായി അനുഭവപ്പെട്ട ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ഇന്നലെ ഇന്ത്യൻ ബെഞ്ച്മാർക്ക് ഇൻഡസ്ട്രീസുകൾക്ക് അവയുടെ നേട്ടം 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും തുടർച്ചയായിട്ട് തുടരുവാനുമായി. മാത്രമല്ല ഇന്ത്യ വിക്സിനുണ്ടായ ഇടിവും മാർക്കറ്റിനെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒരു ട്രേഡിംഗ് സെഷന്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നേരിയ തുകയ്ക്കാണെങ്കിൽ പോലും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെ 101.59 കോടി രൂപയ്ക്ക് ബൈയിങ് നടത്തിയപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1,561.40 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ഇനി നമുക്ക് ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ഇന്നലെ വിപ്രോ ADRന് 4.5% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ആക്സിസ് ബാങ്ക് ADRന് 1.25%, ഡോക്ടർ റെഡ്ഡീസിന് 1%, HDFC ബാങ്ക് ADRന് 2%, ICICI ബാങ്ക് ADRന് 0.25%, ഇൻഫോസിസിന് 2.25% ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. എസ്പെഷ്യലി ADR സ്റ്റോക്സുകളിൽ ശക്തമായ ഇടിവിലേക്ക് നയിച്ചത് ഹോക്കിഷായിട്ട് വന്ന ഫെഡിന്റെ മോണിറ്ററി പോളിസി തന്നെയാണ്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US മാർക്കറ്റിൽ ഇന്നലെ മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഫെഡിന്റെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റഡി ആയിട്ട് നിലനിർത്തിയെങ്കിലും നിരക്ക് വർധനവ് വരും തവണകളിൽ ഉണ്ടാകാമെന്നുള്ള ഹോക്കിഷായിട്ടുള്ള കമന്റ് ഫെഡ് ചെയർമാന്റെ ഭാഗത്ത് നിന്ന് വന്നതിനെ തുടർന്ന് S&P 500-ന് 1.25%-അടുത്തും നാസ്ഡാക്കിന് 1.25%-ലേറെയും നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചറിനും 1% അഥവാ 507 പോയിന്റുകളുടെ ഇടിവാണ് അനുഭവപ്പെട്ടത്.
അനുഭവപ്പെടുന്നതും യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിനും ജർമ്മൻ മാർക്കറ്റിനും നേരിയ നേട്ടത്തോടുകൂടി ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും അഥവാ കാലശതമാനത്തിനടുത്ത് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 2% അതേസമയം കൊറിയൻ മാർക്കറ്റ് 1% നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം പുനരാരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 1%ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.25% ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $78.70 ക്രൂഡ് ഓയിലിന്റെ വില $75.86 എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വില ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം നേരിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും ഇന്ന് രാവിലെ 1%ലേറെ ഉയർച്ചയോട് കൂടിയിട്ടാണ് അഥവാ $49 ഉയർച്ചയോടുകൂടി $4,308.94 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 1.07 എന്ന നിലയിലും മാക്സ് പെയിൻ 24,000 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. തുടർച്ചയായി ഇന്നലെ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നേട്ടം തുടരുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMAയ്ക്ക് മുകളിലായിട്ടും ഷോർട്ട് ഡേ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനും സാധിച്ചു. RSIയും 60.87 എന്ന ലെവലിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. പുട്ട് സൈഡിലേക്ക് അതേസമയം 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ടും സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ ദൃശ്യമാകുന്നത്. സെൻസെക്സിന്റെ PCR 1.34 എന്ന നിലയിലും മാക്സ് പെയിൻ 77,000 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്ന് എക്സ് ഡിവിഡന്റ് ആയിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്ന സ്റ്റോക്കുകളുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. സമയത്തിന്റെ പരിമിതി മൂലം ഓരോ സ്റ്റോക്കിന്റെയും പേരെടുത്ത് വായിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് പോസ്റ്റ് ചെയ്തിട്ട് പരിശോധിക്കാവുന്നതാണ്. ഇന്നാണ് ഒയാസിസ് സെക്യൂരിറ്റീസിന്റെ റൈറ്റ് ഇഷ്യൂവിന്റെ എക്സ് ഡേറ്റും കെയ്ൻസ് ടെക്നോളജി ഇന്ത്യയാണ് ഇന്ന് F&O ബാനിലുള്ള സ്റ്റോക്കും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റെയിൽ വികാസ് നിഗം ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ നിന്ന് 967.92 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. HFCL ഉത്തർപ്രദേശിലെ ഭാരത് നെറ്റ് മൂന്നാം ഘട്ട പദ്ധതിക്കായി കമ്പനിക്ക് 2,666.09 കോടി രൂപയുടെ കരാർ ലഭിച്ചു. ബോഷ് ഹോം കംഫർട്ട് പ്രൊമോട്ടറായ ബോഷ് ഗ്ലോബൽ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ജൂൺ 18-19 തീയതികളിൽ, അതായത് ഇന്നും നാളെയുമായിട്ട് ഓഫർ ഫോർ സെയിൽ വഴി സ്റ്റോക്കിൽ നിന്നും 7.97% ഓഹരികൾ അഥവാ 21.7 ലക്ഷം ഷെയർസ് വിൽക്കും. 1,150 രൂപ പെർ ഷെയർ എന്ന നിലയിലായിട്ടാണ് ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നതും. ലെമൺ ട്രീ ഹോട്ടൽസ് രാജസ്ഥാനിലെ ശ്രീനഗറിൽ ലെമൺ ട്രീ ഹോട്ടൽസ് ആരംഭിച്ചതായി കമ്പനി പ്രഖ്യാപിച്ചു. ഇതോടുകൂടി സംസ്ഥാനത്തുടനീളം 23 എണ്ണത്തിലേക്ക് കമ്പനിയുടെ ഹോട്ടലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ശ്രീ സരോജ് കുമാർ കുന്തിയെ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് ജൂൺ 18, അതായത് ഇന്ന് മുതൽ നിയമിക്കുവാനായിട്ടുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് നൽകി. ലുപ്പിൻ US FDA അംഗീകാരത്തെ തുടർന്ന് ആഗോള ഫാർമ കമ്പനിയായ ലുപ്പിൻ അമേരിക്കയിൽ 40 mg 80 mg അസിൽസാർട്ടൻ മെഡോക്സോമിൻ ടാബ്ലറ്റുകൾ പുറത്തിറക്കിയതായി പ്രഖ്യാപിച്ചു. ഇത് മുതിർന്നവരിൽ രക്തസമ്മർദ്ദം ചികിത്സിക്കുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനുമായിട്ടാണ് ഉപയോഗിക്കുക. സൂസൻ ഇലക്ട്രിക്കൽ ഇന്ത്യ ഇന്ന് BSE SME പ്ലാറ്റ്ഫോമിൽ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.